ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ CMRL ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. 19 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അവരുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, IT ഓഫീസേഴ്സായ NC ചന്ദ്രശേഖരൻ, അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെയാണ് ഇപ്പോൾ ED ചോദ്യം ചെയ്യുന്നത്. ഈ മൂവരും ഇന്നലെയാണ് രാവിലെ EDക്ക് മുന്നിൽ ഹാജരായത്. ശ്രീകാന്ത് തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, ഉറക്കം പോലുമില്ലാതെ നിദ്രാവിഹീനമായ ചോദ്യം ചെയ്യലാണോ തുടരുന്നത്? ഇത് അത്ര സാധാരണമല്ലല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ ഉത്തരേന്ത്യയിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ രാത്രിയിൽ മുഴുവൻ ചോദ്യം ചെയ്യൽ, പിറ്റേന്ന് പകലും ചോദ്യം ചെയ്യൽ, അങ്ങനെ ഇത്രയധികം സമയം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെതായി കണ്ടിട്ടുള്ളത്. അതിപ്പോൾ ഇവിടെ കേരളത്തിലും സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇതിനു മുൻപ് എങ്ങും തന്നെ ഇത്രയധികം സമയം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ നമ്മളും കണ്ടിട്ടില്ല. ഇന്നലെ 10:30 ഇവരെത്തിയതാണ്. 10:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു. അതായത് ഏതാണ്ട് 20 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ മൊഴി നൽകിയ CMRL ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്യുന്നത്. 3 പേരുണ്ട്. അത് അവിടുത്തെ CMRL ഫിനാൻസ് ഓഫീസർ CFO KS സുരേഷ് കുമാർ, IT മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള. ഈ 3 പേരുടെ ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ വിജയനുമായി ബന്ധപ്പെട്ട 3 തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ചോദിച്ചിരുന്നു. ഈ ഡോക്യുമെന്റ്സ് അടക്കമാണ് അവർ ഓഫീസിലേക്ക് എത്തിയത്, ED ഓഫീസിലെത്തിയത്. അല്പസമയം കൂടി അത് നീണ്ടു നിൽക്കും എന്ന് മനസ്സിലാകുന്നു. അതായത് 24 മണിക്കൂർ പിന്നിടും ചോദ്യം ചെയ്യൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അറസ്റ്റിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ അവരുടെ സ്പെഷ്യൽ ഓഫീസർ ഒരു പ്രശാന്ത് കുമാർ ചെന്നൈയിൽ നിന്നും ഇവിടെ ക്യാമ്പ് ചെയ്താണ് ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത്. അത് കുറച്ച് നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യമാണ് ഈ ചോദ്യം ചെയ്യലിൽ ഇരുന്നു കൊടുക്കുന്ന ആളുകൾക്ക്. കാരണം ഈ സ്പെഷ്യൽ ഡയറക്ടറൊക്കെ എത്തുക എന്ന് പറയുന്നത് പ്രമാദമായ കേസുകളിലാണ്, പ്രധാനപ്പെട്ട കേസുകളിലാണ്. എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനുണ്ടെങ്കിൽ അത് നീട്ടിവെക്കാതെ എടുക്കുക, പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് കൂടി ഈ സ്പെഷ്യൽ ഓഫീസർ വരുന്നതിന് പിന്നിലുണ്ട്. കണ്ടറിയാം സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ ഇനി എത്ര സമയം കൂടി നീണ്ടു നിൽക്കും എന്നുള്ളത്. എന്തായാലും 20 മണിക്കൂർ പിന്നിടുന്നു ചോദ്യം ചെയ്യൽ. താങ്ക് യു ശ്രീകാന്ത്. എന്തായാലും 19-20 മണിക്കൂറോളമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒരുപക്ഷെ സത്യം കണ്ടുപിടിക്കാനുള്ള EDയുടെ ശ്രമമായിരിക്കാം ഈ അന്വേഷണം ഇത്ര നീണ്ടുപോകുന്നതിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.